ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എന്റെ പേര് ജിജി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ്. RRB ഗ്രൂപ്പ് ഡി, അതുപോലെ RRB SSCT എല്ലാത്തിനും ഉപകരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇതിന് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് ആണ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇൻ കേസ് ഓഫ് എ ടൈം ഇൻ വോട്ടിംഗ് ഓൺ എ ബിൽ ഇൻ ലോക്സഭ, അതായത് ലോക്സഭയുടെ ഒരു ബില്ലില്, നമുക്കറിയാം ലോക്സഭ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, എല്ലാതും വോട്ടിങ്ങിലൂടെയാണ് വരുന്നത് അല്ലെ. എല്ലാതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭയിൽ വോട്ടിങ്ങിലൂടെയാണ് മൊത്തത്തിലെല്ലാം വരുന്നത്, വോട്ടിങ്ങിലൂടെയാണ്. ആ ഒരു വോട്ടിംഗ് പ്രോസസ്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് ചില സമയത്ത് ടൈ ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ, ടൈ ആയി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, രണ്ട് ഭാഗവും 50-50 ആയി കഴിഞ്ഞ, ഓക്കെ, രണ്ട് ഭാഗവും, അതാണ് ടൈ ആവാന്ന് പറയുന്നത്. ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ രണ്ടും 50-50 ആയി കഴിഞ്ഞാലുള്ള അവസ്ഥയില്, അപ്പൊ ആ ഒരു അവസ്ഥയില് who among the following enjoys the right to cast the deciding vote, ആരെങ്കിലും ഒരാളും കൂടി വോട്ട് ചെയ്യുമ്പോഴാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ അല്ലെ. ആരെങ്കിലും ഒരാൾ വോട്ട് ചെയ്യണം. അതങ്ങനെ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ. ഗുഡ് ഈവനിങ് അരവിന്ദ്. ആരാണ് ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. ആരാണ് വരുന്നത്? ആരാണ് വരുന്നത്? ടൈ ആവുന്ന സാഹചര്യത്തിലാണ് എ ആണ് പറയുന്നത്. ഓക്കെ, ആൻസർ നോക്കാം അല്ലെ. ഏതാ വരുന്നത്? സ്പീക്കർ തന്നെയാണ് വരുന്നത്. ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്, സ്പീക്കർ ആണ് വരുന്നത്. ടൈ ആവുന്ന സാഹചര്യത്തില് സ്പീക്കർക്കാണ് എന്ത് ചെയ്യാൻ അവകാശമുള്ളത്? വോട്ട് ചെയ്യാനുള്ള അവകാശം വരുന്നത് ആർക്കാണ്? സ്പീക്കർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം വരുന്നത്. അപ്പൊ ലോകസഭയുടെ കാര്യത്തിലാണ് സ്പീക്കർ. ഇനി രാജ്യസഭയാണെങ്കിൽ എന്താണ്? രാജ്യസഭയാണെങ്കിൽ രാജ്യസഭ ചെയർമാൻ ആണ് വരുന്നത്. സബിത സ്പീക്കർ ശരിയാണ് കേട്ടോ, സ്പീക്കർ ശരിയാണ്. രാജ്യസഭയാണെങ്കിൽ രാജ്യസഭ ചെയർമാൻ ആണ്. അപ്പൊ സ്പീക്കർക്ക് ഇത് മാത്രമല്ല, പിന്നെ സ്പീക്കർക്ക് മാത്രമുള്ള ഏതെങ്കിലും സ്പെഷ്യൽ റൈറ്റ്സും കൂടി നിങ്ങൾക്ക് അറിയോ? അതിനുണ്ടെങ്കിൽ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? അറിയാവോ? സ്പീക്കർ മാത്രം എൻജോയ് ചെയ്യുന്ന മറ്റേതെങ്കിലും സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ടോ, അവകാശങ്ങളുണ്ടോ? സ്പീക്കർ മാത്രം എൻജോയ് ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ആർക്കെങ്കിലും അറിയോ സ്പീക്കർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും? ആൻസർ പറയാം. മണി ബില്ലിനെ മണി ബില്ലാണ് എന്ന് പറയാനുള്ള അവകാശം ആർക്കാണ്? ലോക്സഭ സ്പീക്കർക്കാണുള്ളത്. ഈവൻ അവിടെ രാജ്യസഭ ചെയർമാൻ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യമില്ല, ലോക്സഭ സ്പീക്കർക്കുള്ളതാണ്. യെസ് അരവിന്ദ് ശരിയാണ്. അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജോയിന്റ് സിറ്റിംഗ് അല്ലെ. ജോയിന്റ് സിറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചായിരുന്നു. ജോയിന്റ് സിറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ജോയിന്റ് സിറ്റിംഗിന്റെ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ ഏതാണ്? ഏത് രാജ്യത്തു നിന്നാണ് ജോയിന്റ് സിറ്റിംഗ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞേ. ജോയിന്റ് സിറ്റിംഗിന്റെ ആർട്ടിക്കിൾ എന്താണ്? ജോയിന്റ് സിറ്റിംഗിൽ ഏത് രാജ്യത്താണ് കടമെടുത്തിരിക്കുന്നത്? ജോയിന്റ് സിറ്റിംഗ് ആരാണ് വിളിച്ചു കൂട്ടുന്നത്? ഓക്കെ, ആരാണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്? ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ ലോക്സഭ സ്പീക്കറാണ് നമ്മൾ പറഞ്ഞത്. വിളിച്ചു കൂട്ടുന്നത് ആരാണ്? നമ്മൾ പഠിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് വീണ്ടും ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ റിവൈസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം വരും. അറിയാവോ? യെസ്, 108 ആണ്. ആർട്ടിക്കിൾ എത്രയായിരുന്നു? 108 ആണ്. ജോയിന്റ് സിറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ 108 ആണ്. ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ഓസ്ട്രേലിയയിൽ നിന്നാണ് ജോയിന്റ് സിറ്റിംഗ് എടുക്കുന്നത് അല്ലെ. ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് നമ്മൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, പ്രിസൈഡ് ചെയ്യുന്നത് മാത്രമാണ് ലോക്സഭ സ്പീക്കർ ഉള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ പറഞ്ഞ മണി ബില്ലിനെ കുറിച്ചാണ് അല്ലെ. മണി ബില്ലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. മണി ബില്ല് ഏത് ആർട്ടിക്കിളാണ്? ഏത് ആർട്ടിക്കിളാണ്? അതുപോലെ തന്നെ രാജ്യസഭയ്ക്ക് മണി ബില്ല് കൈവശം വെക്കാൻ എത്ര ദിവസമാണ് അധികാരം? എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ തിരിച്ചയക്കേണ്ടത്? മണി ബില്ലിന്റെ കാര്യത്തില്
എത്ര ദിവസമാണ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുക? എത്ര ദിവസമാണ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുക ബില്ല്? രാജ്യസഭയ്ക്ക് എത്ര ദിവസമാണ് ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുക? യെസ്, രാജ്യസഭയുമായിട്ട് 111 അല്ല 110 രാജ്യസഭയുടെ നമ്മുടെ മണി ബില്ലിന്റെ ആർട്ടിക്കിൾ 110 വരുന്നത്. അതുപോലെ തന്നെ രാജ്യസഭയ്ക്ക് 14 ദിവസമാണ് കൈവശം വെക്കാൻ അവകാശമുള്ളത്. 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കണം. ഈവൻ വെദർ ഇറ്റ് ഇസ് പാസ്ഡ് ഓൺ. അപ്പൊ പാസ്സാക്കിയില്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല അവർക്ക്. കാരണം പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അതിൽ വല്ല സജഷൻസ് ഒക്കെ കൊടുക്കാനേ പറ്റുള്ളൂ. ആ സജഷൻസ് അത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മാത്രം മതി. ആ ഒരു അവസ്ഥയാണ്. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക്, വാറൻ ഹേസ്റ്റിംഗ്, ലോർഡ് കോൺവാലിസ്, സർ ജോൺ ഷോർ. ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ? ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ബംഗാളിലെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആരാണ്? ആരാണ് ഗവർണർ ജനറൽ? ആദ്യത്തെ ഗവർണർ ജനറൽ. യെസ്, അതെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്, വാറൻ ഹേസ്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? യെസ്, വില്യം ബെന്റിക് ആണ് അല്ലെ? ഇദ്ദേഹമാണ്, വില്യം ബെന്റിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഫസ്റ്റ് വൈസ്രോയി ആരാണ്? ഫസ്റ്റ് വൈസ്രോയി ആരാണ്? ഫസ്റ്റ് വൈസ്രോയി ആരാണ്? ആരാണ് ആദ്യത്തെ വൈസ്രോയി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. വില്യം ബെന്റിക് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ആദ്യത്തെ. അപ്പൊ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഫസ്റ്റ് വൈസ്രോയി. യെസ്, ലോർഡ് കാനിങ് ആണ് ഫസ്റ്റ് വൈസ്രോയി. ആരാണ്? ലോർഡ് കാനിങ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഞ്ചായത്ത് were given the constitutional status? അതായത് പഞ്ചായത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 219, 239, 243, 226 ഏതാ വരുന്നത്? ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? യെസ്, CCB എന്നൊക്കെ പറയുന്നുണ്ട്. ആൻസർ എന്തായിരുന്നു വരുന്നത്? യെസ്, ആൻസർ നോക്കാം. ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, 243. 243 ആണ് കേട്ടോ പറയുന്നത്.
243 വരുന്നത്. 243 ആൻസർ വരുന്നത്. ഇനി 219 എന്താണെന്നറിയാവോ? 219 എന്താണ്? 239 എന്താണ്? 226 എന്താണ്? ഉത്തരം അറിയാവോ? യെസ്, ആർക്കെങ്കിലും അറിയാവോ? എന്താണ് 219 വരുന്നത്? എന്താണ് 239 വരുന്നത്? എന്താണ് 226 വരുന്നത്? അറിയില്ലെങ്കിൽ പാസ് എന്ന് പറയാട്ടോ. യെസ്, 219 PSC അല്ല വരുന്നത്. 219 PSC അല്ല കേട്ടോ. PSC വരുന്നത് 315 വരുന്നത്. ആർട്ടിക്കിൾ 315 PSC വരുന്നത്. 219 എന്ന് പറയുമ്പോൾ ഹൈക്കോടതി ജഡ്ജസ് ഇല്ലേ, ഹൈക്കോടതി ജഡ്ജസ് ഗവർണറുടെ മുൻപില്, ഓക്കെ, ഗവർണറിന്റെ മുൻപില് ഓത്ത് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൈക്കോടതി ജഡ്ജസ് ഗവർണറിന്റെ മുൻപില് ഓത്ത് എടുക്കണം എന്നാണ് 219, ഓത്ത് ഒരു അഫർമേഷൻ എടുക്കണം എന്നാണ് 219 പറയുന്നത്. 233 പ്രസിഡന്റ്, ഓക്കെ, അല്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 239 എന്തായിരുന്നു? പ്രസിഡന്റ് യൂണിയൻ ടെറിട്ടറിയിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാലോ. യൂണിയൻ ടെറിട്ടറി റൺ ചെയ്യാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അപ്പൊ അതിനെയാണ് 239 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് 226. അത് ഗവർണറിന്റെ പൊതുമാപ്പല്ല. 226 എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ ഹൈക്കോർട്ടിന്റെ, യെസ്, അതെ, റിട്സ് അല്ലെ, റിട്സ് ഇഷ്യൂ ചെയ്യാൻ നമ്മൾ പറഞ്ഞു 5 തരത്തിലുള്ള റിട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഹൈക്കോർട്ടിനും സുപ്രീം കോടതിക്കും മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ റിട്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഹൈക്കോർട്ടിനും സുപ്രീം കോടതിക്കും മാത്രമാണ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സുപ്രീം കോടതിക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായിരുന്നു? ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. ഗവർണറിന്റെ പൊതുമാപ്പല്ല 226, റിട്ട് ഇഷ്യൂ ചെയ്യാനാണ്. അതുപോലെ തന്നെ ഗവർണറിന്റെ പൊതുമാപ്പിന്റെ ആർട്ടിക്കിൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ 161 ആണ്. പാർഡനിങ് പവർ ഓഫ് ഗവർണർ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 161 ആണ് വരുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 161 ആണ് പാർഡനിങ് പവർ ഓഫ് ഗവർണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ 72 ആണ് വരുന്നത്. ഓക്കെ, 72 ആണ് പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് നോക്കാം. Under which article of Indian Constitution Panchayat were given? അത് നമ്മൾ സെയിം ആണ് അല്ലെ. ഇനി അടുത്തത്, who has been given the power to enforce the fundamental rights by the Constitution of India? അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ പവർ ഇതിൽ ആർക്കാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർലമെന്റ്, പ്രസിഡന്റ്, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഓൾ കോർട്ട് ഓഫ് ഇന്ത്യ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനാണ് കേട്ടോ. എൻഫോഴ്സ് ചെയ്യാൻ ആർക്കാണ് അധികാരം? ആർക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരം? ഫണ്ടമെന്റൽ റൈറ്റ്സ് സി ആണ്. എല്ലാവരും സി ആണ് പറയുന്നത്. എല്ലാവരും സി ആണ് പറയുന്നത്. അതെന്താ എല്ലാവരും സി ആക്കിയത്? നിങ്ങളുടെ ഓർമ്മയിലുള്ള സി എന്ന് പറയുന്നത് ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കേസ് കൊടുക്കാനൊക്കെ പറ്റും. ഒക്കെ ശരിയാണ്. റിട്ട് ഇഷ്യൂ ചെയ്യുന്ന നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. 226 പ്രകാരം ഹൈക്കോടതിയും 32 പ്രകാരം സുപ്രീം കോടതിയും റിട്ടൊക്കെ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഉത്തരം അതല്ല. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ അധികാരമുള്ളത്. സുപ്രീം കോടതി എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി നമുക്ക് സംരക്ഷണം തരുന്നതാണ് പറഞ്ഞത്, എൻഫോഴ്സ് ചെയ്യുന്നില്ല. അതുപോലെ പാർലമെന്റ് എന്ന് പറയുന്നത് അതിൽ എന്തെങ്കിലും ചേർക്കാനോ കൂട്ടാനോ കുറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് അമെൻഡ് ചെയ്യാനൊക്കെ പാർലമെന്റാണ് ചെയ്യുന്നത്. നിയമനിർമ്മാണമാണ്. പ്രസിഡന്റിനാണ് എൻഫോഴ്സ് ചെയ്യാം.
പറ്റുക. ഓക്കെ, പ്രസിഡന്റിനാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ പാർലമെന്റിനെ എൻഫോഴ്സ് ചെയ്യാനും പ്രസിഡന്റിനാണ് പറ്റുന്നത്. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇപ്പോ നാഷണൽ എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് പാർലമെന്റ് എന്തായിരുന്നു സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കാ പറ്റുക? പ്രസിഡന്റിന് മാത്രം. ഓൾ കോർട്ട് വരില്ല, ഓൾ കോർട്ട് വരത്തില്ല. ഒന്നാമത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പവർ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കൊക്കെ കൂടുതൽ പവർ ഉണ്ട്. ഓക്കെ, കൂടുതൽ പവർ. അപ്പൊ ഓൾ കോർട്സ് ഒന്നും നമുക്കത് വരുന്നില്ല. ഈവൻ എൻഫോഴ്സേ ചെയ്യുന്നില്ല അവരെന്താ ചെയ്യുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് പോവാം? ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഡയറക്റ്റ് ആയിട്ട് കേസ് കൊടുക്കാം. അവർ നമ്മളുടെ സംരക്ഷിക്കും. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഏത് പാർട്ടിലാണ്? ആർട്ടിക്കിൾസ് ഏത് മുതൽ ഏത് വരെയാണ്? അതുപോലെ തന്നെ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുക്കുന്നത്? പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പറയുന്ന പേരുകൾ എന്തൊക്കെയാണ്? ബാക്കി എന്തെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിന് പറയുന്ന പേരുകളൊക്കെ എന്തൊക്കെയാണ്? അറിയാവോ? ഇത്രയും ഒന്ന് പറഞ്ഞേ. യെസ്, പാർട്ട് 3 ആണ്. മൗലികാവകാശങ്ങളുടെ പാർട്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 3 ആണ് വരുന്നത്. ശരിയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതെ, അമേരിക്കയിൽ നിന്നാണ് കടമെടുക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വിളിക്കുന്ന മറ്റുള്ള പേരുകൾ എന്തായിരുന്നു? അറിയാവോ? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വിളിക്കാറുള്ള മറ്റുള്ള പേരുകൾ. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വിളിക്കുന്ന ബാക്കിയുള്ള പേരുകൾ എന്താണെന്നാണ് ചോദ്യം. യെസ്, ആൻസർ ഞാൻ പറയട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല്, ഇതൊക്കെ എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വിളിക്കുന്ന പേരുകളാണ്. ഇതെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വിളിക്കുന്ന പേരുകളാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് റിട്ട് as issued by the court to inquire into the legality of the claim of a person to a public office. അതായത് ഒരു പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ, അദ്ദേഹം എന്ത് കാരണം കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ആരാഞ്ഞുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോ വാറന്റോ മാൻഡമസ് സെർഷ്യറി പ്രൊഹിബിഷൻ. ഏതായിരുന്നു? സി ആണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താന്ന് ആദ്യം മനസ്സിലാക്കുക. അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ കിട്ടും. എല്ലാരും സി ആ പറയുന്നത്. ഇതിപ്പോ ഇന്നെന്താ വെച്ച് തെറ്റിക്കുമ്പോ എല്ലാരും ഞങ്ങൾ ഒരുമിച്ച് ഒറ്റ കൈയാണ് എന്ന് പറയുന്ന പോലെയാണല്ലോ തെറ്റിക്കുന്നത്. എല്ലാരും ഒരുമിച്ചാണല്ലോ തെറ്റിക്കുന്നത്. സി അല്ല, സി എന്തായിരുന്നു? ടു ബി സർട്ടിഫൈഡ് എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ? ടു ബി സർട്ടിഫൈഡ് എന്നാണ് എന്തിന്റെ അർത്ഥം വരുന്നത്?
സെർഷറിയുടെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക എന്നാണ് പറയുന്നത്. താഴത്തെ കോടതിയിലുള്ള കേസുകളൊക്കെ മേളിലേക്ക് കൊടുക്കാനാണ് പറയുന്നത്. പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ടു ഫോർബിഡ് എന്നാണ് പറയുന്നത്. ടു ഫോർബിഡ് എന്ന് പറയുമ്പോൾ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക. അധികാര പരിധി താഴത്തെ കോടതികൾ ലംഘിക്കുമ്പോൾ മേലത്തെ കോടതി പറയും തടയുക എന്ന്. മാൻഡമസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ടു കമാൻഡ് എന്നാണ് മാൻഡമസിന്റെ അർത്ഥം. കൽപ്പിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ, പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ഡ്യൂട്ടി ചെയ്യാത്ത സമയത്ത് അദ്ദേഹത്തിന് കൽപ്പിക്കുക. കോ വാറന്റോ എന്ന് പറയുമ്പോൾ ബൈ വാട്ട് അതോറിറ്റി, അതല്ലേ കറക്റ്റ് അല്ലേ? ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരമുണ്ട് നിങ്ങൾക്ക് എന്തെയാണ് ഇത് ഇവിടെ ഇരിക്കാൻ? അവരുടെ ആ ഓഫീസിലിരിക്കുന്നതിന്റെ ലീഗാലിറ്റി അദ്ദേഹം ക്ലെയിം ചെയ്യാൻ വേണ്ടി പറയുവാണ്. സോ കോ വാറന്റോ ആണ് ആൻസർ. യെസ്, കോ വാറന്റോ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ ബാച്ചിനെ കുറിച്ച് പറയാം. നമുക്ക് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് സെഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷൻ മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയൽസും മെന്ററിംഗ് സപ്പോർട്ടും എല്ലാം ഉള്ളൊരു ബാച്ചാണ് നമ്മുടെ വരുന്നത്. അപ്പൊ ഈ ഒരു കോഡ് കണ്ടില്ലേ, JI20, ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. 1490 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. കോഴ്സിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടില്ലേ, ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. എന്നിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യണം താല്പര്യമുള്ളവര് എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഇനിയും പഠിക്കാൻ തുടങ്ങാത്തവർക്ക് പറയുവാണ്, പഠിക്കാൻ ഇനിയും സമയമുണ്ട്, വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.